ദേശീയ തലത്തിൽ ബി.ജെ.പിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ പ്രതിരോധം എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രതികരണം എന്ന നിലയിൽ മറ്റൊരു ഗുരുതരമായ ആരോപണം ഇന്ന് ദേശീയ തലത്തിൽ ബി.ജെ.പി ഉന്നയിച്ചിരിക്കുകയാണ്. അത് സോണിയാഗാന്ധിക്കെതിരെയാണ് ആ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരയാകുന്നതിന് മുൻപ്, ഇന്ത്യക്കാരിയാകും മുൻപ് തന്നെ സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു. അത് ക്രമക്കേടല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് എന്നാണ് ബി.ജെ.പി നേതാക്കളുടെ ചോദ്യം. വിനീത ബി.ജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനീത, ഈ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ഭരണകക്ഷിയായ ബി.ജെ.പിക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടെയാണല്ലോ ബി.ജെ.പി ഇപ്പോൾ ഒരു തിരിച്ചടിക്കൽ എന്ന നിലയിൽ സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 1946 ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധിക്ക് 80-ലോ 82-ലോ ഇന്ത്യയിൽ ഈ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് ഇടം പിടിച്ചിരുന്നുവെന്നും അതൊരു ക്രമക്കേടല്ലെങ്കിൽ മറ്റെന്താണ് എന്നാണ് ബി.ജെ.പിയുടെ അനുരാഗ് ഠാക്കൂറും പിന്നീട് അമിത് മാളവിയും ഒക്കെ പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് ബി.ജെ.പി ഈ ആരോപണത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്? എത്ര ശക്തമായിട്ടാണ് ഈ ആരോപണം ബി.ജെ.പി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്? ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ വിനീത? ജിക്ക് സൂചിപ്പിച്ചതുപോലെ തെളിവുകളടക്കം രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഈ കോൺഗ്രസിനെതിരെ ഇത്തരത്തിലേക്കൊരു ആരോപണവുമായി ബി.ജെ.പി രംഗത്തെത്തിയിരിക്കുന്നത്. അത് സോണിയാഗാന്ധിക്കും ഒപ്പം തന്നെ വയനാട്ടിൽ കള്ളവോട്ട് നടന്നുവെന്നുമുള്ള ഗുരുതരമായിട്ടുള്ള 2 ആരോപണങ്ങളാണ് ഇന്ന് ജിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ അമിത് മാളവിയും ഒപ്പം തന്നെ ബി.ജെ.പി നേതാവും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ അനുരാഗ് ഠാക്കൂർ ആണ് ഈ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ചില കണക്കുകളടക്കം അനുരാഗ് ഠാക്കൂർ പറയുന്നുണ്ട്. ഈ വയനാട്ടിൽ, അതായത് ഏറനാട് ഒപ്പം തന്നെ മുണ്ടൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് കള്ളവോട്ട് നടന്നതെന്നൊരു ആരോപണമാണ് ബി.ജെ.പി ഉന്നയിച്ചിരിക്കുന്നത്. അത് 93,449 സംശയമുള്ള വോട്ടുകൾ അതിൽ ചേർത്തു എന്നാണ് ആരോപണത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ 4,246 വോട്ടുകൾ അതൊരു കൂട്ടവോട്ടാണ് എന്ന് പറയുന്നുണ്ട്. അത് ഒരു വീട്ടിൽ നിന്ന് തന്നെ 4,000-ലധികം വോട്ടുകൾ വന്നതായി കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും ബി.ജെ.പി ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അതിൽ മൈമുന എന്ന പേരുള്ള ഒരു വോട്ടർക്ക് 135, 115, 152 എന്നിങ്ങനെ 3 ബൂത്തുകളിലാണ് വോട്ടുകൾ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഏറനാട് മണ്ഡലത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് ബി.ജെ.പി ആരോപിക്കുന്നത്. ഒപ്പം തന്നെ വണ്ടൂരിലെ 52-ാം നമ്പർ ബൂത്തിൽ ഒരു 52 വോട്ടർ ഐ ഡി, ആ 52 വോട്ടർ ഐ ഡിയിലും ഒരേ മേൽവിലാസം തന്നെയാണ് പറയുന്നതെന്നുള്ള ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം കൂടി അനുരാഗ് ഠാക്കൂർ പറയുന്നുണ്ട്. മറുവശത്ത് ചൂണ്ടിക്കാണിക്കുന്ന മറ്റു ചില ആരോപണങ്ങൾ, അതായത് 100 വയസ്സിന് മുകളിലുള്ള 3 പേരെയാണ് പുതിയ വോട്ടർമാരായി രേഖപ്പെടുത്തിയിട്ടുള്ളത്, ചേർത്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും ബി.ജെ.പിക്കെതിരെ സമാനമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെയാണ് സമാന രീതിയിൽ കോൺഗ്രസിനെതിരെയും ബി.ജെ.പി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ 99 വയസ്സുള്ള 3 വോട്ടർമാരെ പുതുതായി ചേർത്തുവെന്ന് പറയുന്നുണ്ട്. 100 വയസ്സിന് മുകളിലുള്ള 3 പേരെ പുതുതായി ഈ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് വയനാടും നടന്നിട്ടുണ്ട് എന്നാണ് അനുരാഗ് ഠാക്കൂർ പറയുന്നത്. പക്ഷേ മറുവശത്തേക്ക് വരുമ്പോൾ മുൻ അധ്യക്ഷയായ സോണിയാഗാന്ധിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അമിത് മാളവിയ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു രേഖയടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് അമിത് മാളവിയയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരുന്നുവെന്നാണ് പറയുന്നത്. 1983-ലാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത്. എന്നാൽ 1980-ലെ വോട്ടർ പട്ടികയിൽ എങ്ങനെ സോണിയാഗാന്ധിയുടെ പേര് വന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ആ രേഖ അനുസരിച്ച് ഈ സഫ്ദർജംഗ് റോഡിലെ 145-ാം ബൂത്തിലെ വോട്ടറായിരുന്നു സോണിയാഗാന്ധി എന്ന സാധൂകരിക്കുന്ന ചില രേഖകൾ കൂടിയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് ദേശീയ തലത്തിൽ കോൺഗ്രസിൽ നിന്ന് ഔദ്യോഗികമായ ഒരു മറുപടി പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഏതാണെങ്കിലും കോൺഗ്രസ് ഇത്തരത്തിലേക്ക് കള്ള വോട്ടുകളെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതെന്നും അതിന് ഉദാഹരണമാണ് ഈ ഏതായാലും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് ഏറ്റവും ഗൗരവപൂർണമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ മാതാവ് കൂടിയായ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ സോണിയാഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചതെങ്ങനെ എന്ന ഗൗരവമുള്ള ഒരു ചോദ്യം എന്ന നിലയ്ക്ക് ബി.ജെ.പി മറ്റൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്.